എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സ്വാദുള്ള പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴം മലയാളികളുടെ പ്രിയ ഭക്ഷണമാണ്. ശരീരത്തിന് ആവശ്യമായ എല്ലാ മിനറലുകളും അടങ്ങിയ ഒന്നാണിത്. ഏറെ ഊർജം ശരീരത്തിന് നൽകുന്ന ഇത് പ്രോട്ടീനുകൾ, കാൽസ്യം, വൈറ്റമിനുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ്. പഴം വൈറ്റമിൻ B6, വൈറ്റമിൻ A എന്നിവയാൽ സമ്പുഷ്ടമാണ്. ഇടത്തരം പഴുപ്പുള്ള ഏത്തപ്പഴം നാരുകൾ കൂടുതൽ അടങ്ങിയതാണ്. പ്രമേഹ രോഗികൾക്ക് ഇത്തരം ഏത്തപ്പഴമാണ് നല്ലത്. കാരണം ഇത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് മെല്ലെ മാത്രമേ വിടുന്നുള്ളൂ. ഇതിനാൽ തന്നെ പെട്ടെന്ന് ഷുഗർ വർദ്ധിക്കുന്നില്ല. ഇതിൽ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിന് ഭീഷണിയല്ല. ഇതിൽ ഫൈബറുകളും ധാരാളമുണ്ട്. പഴം നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചെറുതല്ല. അതിനാൽ തന്നെയാണ് ഇതിനെ മാജിക് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പഴം നിറച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാകത്തിന് പഴുത്ത പഴമാണ് ഇതിന് വേണ്ടത്. പഴുക്കാത്ത പഴമോ അധികം പഴുത്ത പഴമോ ഇതിന് ഉപയോഗിക്കാതിരിക്കുക. 2 പഴം കൊണ്ടാണ് നമ്മളിതുണ്ടാക്കുന്നത്. ഇനി വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര, 2 ഏലക്ക, 1/4 കപ്പ് മൈദാമാവ്, കുറച്ച് ഉണക്കമുന്തിരിങ്ങ, കുറച്ച് അണ്ടിപ്പരിപ്പ് എന്നിവയാണ്. ആദ്യം നമ്മൾക്ക് 1/4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 2 നുള്ളു ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ കലക്കുക. കുറച്ച് കുറുകിയ പാകത്തിലാണ് മാവ് കലക്കി വെക്കേണ്ടത്. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി ഇത് മാറ്റിവെക്കാം. അടുത്തതായി നമ്മൾക്ക് 1/4 കപ്പ് പഞ്ചസാര 2 ഏലക്കയും ചേർത്ത് പൊടിച്ചു വയ്ക്കാം. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിന് പകരം നിങ്ങൾക്കിത് എണ്ണയിലും ചെയ്യാവുന്നതാണ്. നെയ്യ് ചൂടാകുമ്പോൾ ചെറുതായി എരിഞ്ഞ അണ്ടിപ്പരിപ്പ് ചേർത്ത് സിമ്മിൽ വറുക്കുക. ലേശം കളർ മാറിയാൽ ഉണക്കമുന്തിരിങ്ങ ചേർത്ത് ഒന്ന് വഴറ്റിയതിനു ശേഷം 1 കപ്പ് തേങ്ങ ഫ്രഷായി ചിരവിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് വഴറ്റുക. തേങ്ങ അധികം വഴറ്റേണ്ട, ലേശം വറുത്താൽ മതി. ലേശം കളർ മാറിയതും ഏലക്ക ചേർത്ത് പൊടിച്ച പഞ്ചസാര ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി. ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വയ്ക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അടുത്തതായി നമ്മൾക്ക് ഒരു പഴം തോലോടുകൂടി എടുത്ത് പഴത്തിൻ്റെ മുകളിലും താഴെയും 1 ഇഞ്ച് ഗ്യാപ്പിട്ട് 1/4 ഭാഗം കത്തി കൊണ്ട് വരയുക. പഴം 2ആയി മുറിക്കരുത്. പഴത്തിൻ്റെ 1/4 ഭാഗം മാത്രമേ കത്തി ഇറങ്ങാൻ പാടുള്ളൂ. ഇത് പെർഫെക്റ്റായി ചെയ്യുവാൻ നമ്മൾക്ക് തോലോടുകൂടി ചെയ്യുന്നതാണ് നല്ലത്. കത്തി കൊണ്ട് വരഞ്ഞ ഭാഗത്തെ ഉള്ളിലെ പഴത്തിൻ്റെ കറുപ്പ് അല്ലിയോടുകൂടിയ ഭാഗം ചുരണ്ടിയെടുക്കുക. ഫില്ലിംഗ് നിറയ്ക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കുക. ശ്രദ്ധിച്ച് പഴം മുറിയാതെ ഇത് ചെയ്യുക. ഇനി ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങ പഞ്ചസാര മിശ്രിതം നിറയ്ക്കുക. കൂടുതൽ ബലം പ്രയോഗിക്കാതെ മെല്ലെ ഫില്ല് ചെയ്യുക. ഇനി മെല്ലെ പഴത്തിൻ്റെ 2 സൈഡ് കട്ട് ചെയ്യുക. അതുപോലെ തോലും മെല്ലെ നീക്കം ചെയ്യുക. ആവശ്യത്തിന് തേങ്ങ പഞ്ചസാര നിറച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ച മൈദാമാവ് മിശ്രിതം സ്പൂണിൽ കോരി ഒഴിക്കുക. ഒരു കാരണവശാലും സ്പൂണ് ഈ മിശ്രിതത്തിൽ തട്ടാതെ ചെയ്യുക. അല്ലെങ്കിൽ സ്പൂണിൽ മിശ്രിതം ഒട്ടിപ്പിടിച്ച് പുറത്തു വരും. രണ്ടാമത്തെ പഴവും ഇതുപോലെ മുറിച്ച് ഉള്ളിലുള്ള കുറച്ച് പഴം കളഞ്ഞ് ആ ഗ്യാപ്പിൽ തേങ്ങ പഞ്ചസാര മിശ്രിതം നിറയ്ക്കുക. അതിനുശേഷം കൊഴുത്ത മൈദാമാവ് മിശ്രിതം മുകളിൽ ഒഴിച്ച് ഒരു പ്ലേറ്റിൽ വയ്ക്കുക. ഫില്ലിംഗ് വെച്ച ഭാഗത്ത് മാത്രമേ മിശ്രിതം ഒഴിക്കുന്നുള്ളൂ. ഇങ്ങനെ 2 പഴത്തിലും പൂരണം വെച്ച് മാവ് മേലെ ഒഴിച്ച് മാറ്റി വയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഡീപ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തും എടുക്കാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് ചെയ്യുക. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് എണ്ണയിലല്ല, നെയ്യിലാണ് നമ്മൾ മുരിച്ചെടുക്കുന്നത്. നിങ്ങൾക്കിത് എണ്ണയിലും ചെയ്യാം, പക്ഷേ സ്വാദ് നെയ്യിൽ പഴം വാട്ടിയെടുക്കുമ്പോഴാണ്. ഇനി നമ്മൾക്ക് പഴം വാട്ടിയെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഗ്യാസ് സിമ്മിൽ വയ്ക്കുക.
നെയ്യ് ഉരുകിക്കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് വെച്ച പഴം നെയ്യിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കുക. സിമ്മിൽ എല്ലാ വശവും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ സാവകാശം തിരിച്ചും മറിച്ചുമിട്ട് മൊരിയിച്ചെടുക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് ചെയ്യുക. പഴം കരിയാതെ പുറം നല്ല ക്രിസ്പി ആകുന്നത് വരെ വേവിക്കുക. എല്ലാ സൈഡും വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട ഈ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. പുറം നല്ല ക്രിസ്പിയും ഉള്ള് സോഫ്റ്റും മധുരം നിറഞ്ഞതുമായ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. Thank you for watching and supporting.